സിപ്പപ്പിനെയൊക്കെ കാട്ടി നല്ല ദാഹം മാറ്റാൻ സംഭാരാണല്ലോ. നിങ്ങൾ സംഭാരമൊക്കെ കുടിച്ചിട്ടുണ്ട്? സംഭാരമായിട്ടും വെച്ചു. സിപ്പപ്പൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. നിങ്ങൾ എവിടെ പോയി? കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. കൂട്ടുകാരന്റെ വീട്ടിൽ പോയാണോ കൂട്ടുകാരുടെ വീട്ടിൽ പോയാ? കള്ളം പറയരുത്. ഞാൻ നിങ്ങളടുത്ത ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് നിങ്ങൾ ഉത്തരം പറയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല തണുത്ത സംഭാരം തരാം. ഓക്കെ? അപ്പൊ നിങ്ങൾ ഇപ്പൊ എത്രയിലൊക്കെയാ പഠിക്കുന്നത്? നീ എത്രയിലാ പഠിക്കുന്നത്? നിങ്ങളൊരു 10+2 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം? എനിക്ക് മീൻകാരി. ഈ മീൻ കച്ചവടക്കാരനാവുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തുവാണ്? ഈ മനുഷ്യർക്കൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ മിണ്ടാപ്പണാണിക്ക് കൊടുക്കാൻ ആൾക്കാരില്ല. രാവിലെ തന്നെ പെൺപിള്ളേരെ കാണാൻ. അതുകൊണ്ട് അല്ല, വൈഷ്ണവിയെ കാണാനല്ലേ? അല്ല, അപ്പൊ പൂച്ച മുട്ടിക്കൊക്കെ മീനിട്ട് കൊടുക്കും. അത് നല്ലൊരു എന്തരാണ്. ഇതിനെക്കാരാവാനാണ് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഡബ്ബയൊക്കെ കിട്ടും. അതിന്റെ ഉദ്ദേശം എന്താണ്? കുറെ ഡബ്ബ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളെ വായതുണ്ടോ? അതും ഒരു ഉദ്ദേശമാണ്. പെണ്ണുങ്ങളായതുകൊണ്ടല്ലേ മെയിൻ ഉദ്ദേശം. മെയിനായിട്ട് ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമൊക്കെ ചെയ്യാൻ നിന്റെ ഒരു ബുദ്ധി നല്ലതാണ്. എന്തുവാ ആഗ്രഹിക്കുന്നല്ലേ? പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് വിൽക്കുക, കാശും കിട്ടും. ആ പ്ലാസ്റ്റിക് മലിനീകരണം. നിന്റെ ആഗ്രഹം എന്താണ്? രാത്രി സൈക്കിളിനകത്ത് ചായ വിറ്റാ. ഈ ചായയോടെ വിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് നീ പറയുന്നത്? സൈഡ് ബിസിനസ് ഉണ്ട്. എന്തുവാണ് രാത്രി സൈഡ് ബിസിനസ്? ചുമ്മാ അങ്ങനെയൊന്നുമില്ല. നമുക്ക് രാത്രി ചായ വിൽക്കണം, ദാഹമൊക്കെ മാറ്റണം, എല്ലാവർക്കും ചായ കൊടുക്കണം. അത് ശരിയാ, വല്ലതും കളർത്തു. അതൊന്നുമില്ല, പ്രോട്ടീൻ ഷേക്ക് അതും വേണം. അപ്പൊ നിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ദാഹിച്ചു വരുന്നവർക്കും ഒരു ഉറങ്ങുന്നവർക്കും ഒക്കെ. അപ്പൊ നീ ചായ കച്ചവടക്കാരനാകുമ്പോഴേ നിന്റെ ഒരു ചോദ്യം ഇതാ. ഇപ്പൊ KSRTC ബസ് സ്റ്റാൻഡ് രാത്രി ഓടുന്ന ഡ്രൈവർ ചേട്ടന്മാർക്ക് നീ ഓരോ ചായ, ഡ്രൈവർ ചേട്ടന്മാർക്ക് ഓരോ കണ്ടക്ടർ ചേട്ടന്മാർക്ക് നീ ഓരോ ചായ ഫ്രീ ആയിട്ട് കൊടുക്കും. നീ എന്റെ അവര് നമ്മളെല്ലാം കൊണ്ട് യാത്ര ചെയ്യുന്നവരാ. അപ്പൊ നീ അത് കൊടുക്കുകയോ? കൊടുക്കും. അപ്പൊ അത് നല്ലൊരു ഉദ്ദേശമാണ്. കാര്യം എന്ന് വെച്ചാ ഒത്തിരിയും ദൂരങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരാ ഡ്രൈവർമാരും അതിൻ്റെ ഒത്ത കണ്ടക്ടർ ചേട്ടന്മാരും. അതിപ്പം KSRTC ആയിക്കോട്ടെ, പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ. അപ്പൊ അവർക്കൊക്കെ ഒരു ചായ കൊടുത്തു കഴിഞ്ഞാൽ എന്തുവാ പുണ്യം കിട്ടും. പുണ്യം മാത്രമല്ല, അത്രയും ജീവനുകളും കൂടി അവര് ആ ഉറക്കം വരാതെ സംരക്ഷിക്കും. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഈ ബൂമറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് ശരിയുള്ള കാര്യമാണ്? അല്ല. ഇതെന്തിനാ ബൂമർ വാങ്ങിച്ചു കഴിച്ചത്? ചുമ്മാ കഴിച്ചാ. അപ്പൊ ചുമ്മാ ബൂമർ കഴിക്കുന്നത് ബൂമർ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ നമുക്ക് സംഭാളം കുടിച്ചിട്ട് കാണാം. ഓക്കെ.